ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തേക്കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സിദ്ധാർത്ഥന്റെ ശല്യം സഹിക്കാനാകാതെ കമ്പനിയിലെ ജോലി വേണ്ടാന്ന് വെക്കുകയാണ് നിധി. നിധിയോടുള്ള ദേഷ്യം കാരണം കുറച്ച് മാസങ്ങൾ മാത്രം ജോലി ചെയ്താൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിധിക്ക് സിദ്ധാർത്ഥ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല. നിധി ജോലിക്കായി മറ്റു കമ്പനികളിൽ ഇന്റർവ്യൂവിന് പോവുകയാണ്. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നിധിക്ക് ജോലി കിട്ടുന്നില്ല. ഇതേസമയം ദിവ്യയും സിദ്ധാർത്ഥന്റെ കമ്പനിയിൽ നിന്നിറങ്ങി ഫ്രണ്ട്സിന്റെ ഒപ്പം ഒരു കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങാനായി തീരുമാനിക്കുന്നു. ദിവ്യ നിധിയോട് അതിലൊരു പാർട്ട്ണർ ആകാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. 20 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ബിസിനസ്സിൽ നിധി പാർട്ട്ണർ ആകണമെങ്കിൽ 5 ലക്ഷം രൂപ കൊടുക്കണം. ഇതറിഞ്ഞ സുധീഷ് നിധിയോട് പാർട്ട്ണർ ആകാൻ പറയുന്നുവെങ്കിലും പണം ഇല്ലാത്തതുകൊണ്ട് നിധി അത് വേണ്ടാന്ന് വെക്കുകയാണ്. തുടർന്ന് സുഭാഷ് ചോദിക്കുന്നു, മോളെ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ജോലി എങ്ങനെയെങ്കിലും കണ്ടെത്തണ്ടേ? ജോലി പെട്ടെന്ന് കളയുമെന്ന് വിഷമിക്കണ്ട, മോളുടെ കഴിവിന് വലിയ വലിയ ജോലികൾ കിട്ടും. ഇത് കേട്ട് സുധീഷ് പറയണ, സുഭാഷേട്ടാ ജോലി എന്തിനാ? നിധി ഒന്ന് വിചാരിച്ചാൽ ഓണർ ആകാം. ഇത് കേട്ട് സംശയത്തോടു കൂടി സുഭാഷ് ചോദിക്കുന്ന, ഓണറോ? ഭാസ്കരനും തിരിഞ്ഞ് അവരെ നോക്കുമ്പോൾ അരികിലേക്ക് വന്ന ഹരീഷ് പറയണം, മനസ്സിലായില്ല. അപ്പൊ സുധീഷ് പറയുന്നു, അതേടാ നിധിയുടെ കൂടെ ജോലി ചെയ്തിരുന്ന ദിവ്യയില്ലേ, ആ ദിവ്യയും ഫ്രണ്ട്സും കൂടി ചേർന്ന് ഒരു കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങാൻ പോകുക. നിധിയോട് അതിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നിധി ആ കമ്പനിയിൽ ജോയിൻ ചെയ്താൽ നിധിയും ആ കമ്പനിയുടെ ഓണർ ആകും. നല്ല കാര്യമാണല്ലോ എന്ന് സുഭാഷ് സന്തോഷത്തോടു കൂടി പറയുമ്പോൾ സുധീഷ് പറയണ, നല്ല കാര്യമൊക്കെയാ സുഭാഷേട്ടാ, പക്ഷേ ചുമ്മാതെ ഒരു കമ്പനിയിൽ പോയി ഓണർ ആകാൻ പറ്റുമോ? ഒരാൾ 5 ലക്ഷം രൂപ വെച്ച് കൊടുക്കണം. ഞെട്ടി ഹരീഷ് ചോദിക്കുന്നു, 5 ലക്ഷമോ? ഇത് കേട്ട് സുധീഷ് പറയണ, അതേടാ ഞാനും ഇതുപോലെ ഷോക്കായി നിന്നതാ. പാർട്ട്നേഴ്സ് ആകുന്ന എല്ലാവരും 5 ലക്ഷം രൂപ വെച്ച് കൊടുക്കണം. നിധി അവര് വിളിച്ചു, ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞു നിധി. അപ്പൊ സുഭാഷ് പറയണ, മോളെന്തിനാ അങ്ങനെ പറഞ്ഞത്? ഓക്കെ എന്ന് പറയത്തില്ലായിരുന്നോ? അപ്പൊ നിധി ചോദിക്കണ, അതെങ്ങനാ സുഭാഷേട്ടാ, 5 ലക്ഷം എന്ന് പറയുന്നത് ചെറിയ എമൗണ്ട് ആണോ? എനിക്കിത് ശരിയാകുമോന്ന് അറിയില്ല, അതാ ആലോചിച്ച് പറയാന്ന് പറഞ്ഞേ. സുഭാഷ് ചോദിക്കുന്നു, എന്താ മോളെ? എടാ സുധീഷ്, നമ്മൾ എല്ലാവരും കൂടി ഒന്ന് ശ്രമിച്ചാൽ ഒരു 5 ലക്ഷം രൂപ കിട്ടത്തില്ലേ? അപ്പൊ സുധീഷ് പറയണ, ആരോട് ചോദിക്കാൻ പറ്റുമെന്നാ ഞാൻ ആലോചിച്ചത്. അപ്പൊ ഹരീഷ് പറയണ, എനിക്കറിയാവുന്ന ചിലരോടൊന്ന് ചോദിച്ചു നോക്കാം, പണം കിട്ടുമായിരിക്കും. അപ്പൊ നിധി പറയണ, അയ്യോ ഹരീഷ് അത് വേണ്ട, ആവശ്യമില്ലാതെ എനിക്ക് വേണ്ടി കടമൊന്നും വാങ്ങണ്ട. അപ്പൊ ഹരീഷ് പറയണ, എന്താ ഏട്ടത്തി ഇത്? ഏട്ടത്തി സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങിയാൽ എല്ലാവർക്കും അഭിമാനമുള്ള കാര്യമല്ലേ? ഇത് കേട്ട് സുധീഷ് പറയണ, അങ്ങനെ പറയടാ ഹരീഷ്. ശരി, ഇപ്പൊ നമ്മള് പണത്തിന് എന്താ ചെയ്യുക? അങ്ങനെ അവർ പണം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞ് അവരെ തടയാനായി ശ്രമിക്കുകയാണ് നിധി. ഭാസ്കരൻ അവരെ തന്നെ ശ്രദ്ധിച്ചിരിക്കുന്നു. ഹരീഷ് പറയുന്നു, നമുക്ക് ഈ വീടിന്റെ വിൽപത്രം വെച്ച് ക്യാഷ് മേടിച്ചാലോ? വിൽപത്രം പണയം വെച്ചാൽ നമുക്ക് പണം കിട്ടും. ഇത് കേട്ട് സുധീഷ് പറയണ, എടാ ഹരീഷ് സൂപ്പർ. സുഭാഷേട്ടൻ എന്താ പറയുന്നേ? സന്തോഷത്തോടു കൂടി സുഭാഷ് പറയുന്നു, സൂപ്പർ ഐഡിയ. ഒന്ന് ആലോചിച്ച് സുഭാഷ് ചോദിക്കണ, അച്ഛാ വീട് പണയം വെക്കുന്നതിന് അച്ഛൻ സമ്മതിക്കോ? ഇത് കേട്ട് ഭാസ്കരൻ പറയുകയാണ്, ഇതെന്തൊരു ചോദ്യമാടാ? നിധിക്കൊരു നല്ലത് നടക്കാൻ വേണ്ടിയല്ലേ വിൽപത്രം പണയം വെക്കുന്നതിൽ ഒരു കുഴപ്പമില്ല, നമുക്ക് പണയം വെക്കാം. ഇത് കേട്ട് എല്ലാവരും സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ നീതു അവിടേക്ക് വരികയാണ്. സുധീഷ് പറയുന്നു, പിന്നെന്താ, ഈ വീട് വെച്ച് പണം വാങ്ങാം. നീതു ചോദിക്കുന്നു, വീട് എവിടെ വെക്കാൻ പോകുക? അപ്പൊ സുധീഷ് പറയുന്നു, ഈ വീട് ഇങ്ങനെ തന്നെ എടുത്ത് നിന്റെ തലയിലേക്ക് വെക്കാം, എടുത്തോണ്ട് പോകുന്നോ? ഒന്ന് പോകുന്ന നീതു പറയുമ്പോൾ ഹരീഷ് പറയണ, സുധീഷ് ഏട്ടാ ഒന്ന് വെറുതെ ഇരിക്ക്. പുഞ്ചിരിച്ച് നിധി പറയുന്നു, വാ നീതു. സുഭാഷ് സന്തോഷത്തോടു കൂടി നീതുവിനെ അകത്തേക്ക് ക്ഷണിക്കുമ്പോൾ ഹരീഷ് ചോദിക്കുന്നു, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അപ്പൊ നീതു പറയുകയാണ്, ചുമ്മാ ഹരീഷിനെ ഒന്ന് കാണാൻ വന്നതാ, എന്താ വരാൻ പാടില്ലേ? അങ്ങനെയല്ലെന്ന് ഹരീഷ് പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, ടോപ്പിക്ക് മാറുന്നു, നിങ്ങളുടെ കാര്യം നമുക്ക് പിന്നെ സംസാരിക്കാം. ഈ വീട് പണയം വെക്കുന്നതിന് എല്ലാവരും ഓക്കെ അല്ലേ? സുഭാഷ് പറയുന്നു, അതേടാ എല്ലാവർക്കും സമ്മതമാ. ഇത് കേട്ട് നിധി പറയണ, സുഭാഷേട്ടനും അങ്ങനെയാണോ പറയുന്നത്? അത്രയും റിസ്ക് എടുക്കണ്ട സുഭാഷ് ഏട്ടാ. ഇത് കേട്ട് ഭാസ്കരൻ പറയുന്നു, മോൾ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് ഇതൊരു വീടായി മാറിയത്. ഈ വീട് പണയം വെക്കുന്നതിൽ ഒരു തെറ്റുമില്ല. എടാ ഈ വീട് പണയം വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോ? ശരി അച്ഛാ സുഭാഷ് പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് സുധീഷ് പറയുകയാണ്, ഭാസ്കര നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായി നല്ലൊരു കാര്യം ചെയ്തു. അപ്പൊ നീതു പറയുകയാണ്, പാതിയിൽ വന്ന് ജോയിൻ ചെയ്തതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല. എന്താ ഹരീഷ് ഇവിടെ? അപ്പൊ സുധീഷ് പറയുകയാണ്, അതൊന്നുമില്ല നീതു, നിധി പുതിയതായി ബിസിനസ് തുടങ്ങാൻ പോകുക. അതിന് 5 ലക്ഷം രൂപ വേണം. ഈ വീട് പണയം വെച്ച് 5 ലക്ഷം രൂപ നിധിക്ക് കൊടുക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. കോൺവെർസേഷന്റെ ക്ലൈമാക്സിലാണ് നീതു വന്നത്, അതാ ഒന്നും മനസ്സിലാകാഞ്ഞ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി എന്ന് നീതു പറയുമ്പോൾ സുഭാഷ് പറയണ, മോളെ അകത്തേക്ക് വാ, ഞാൻ ചായ ഇട്ട് തരാം. അങ്ങനെ നീതുവിനെയും കൂട്ടി സുഭാഷ് അകത്തേക്ക് പോകുമ്പോൾ എല്ലാവരും പിന്നാലെ പോവുകയാണ്. തുടർന്ന് നിധിയുടെ അരികിലേക്ക് വന്ന നീതു ചോദിക്കുന്നു, അതെങ്ങനെ ചേച്ചി? ചേച്ചിക്ക് ഒരു പ്രശ്നം വന്നാൽ ഈ വീട്ടിലുള്ള എല്ലാവരും ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുന്നത്? ബിസിനസ് തുടങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോഴേ വീട് പണയം വെച്ച് പണം തരാൻ തയ്യാറായില്ലേ എല്ലാവരും? ഇത് കേട്ട് നിധി പറയണ, അതാണോ പറഞ്ഞേ? ഞാൻ പറഞ്ഞാൽ അവര് കേൾക്കില്ല. ബിസിനസ് ചെയ്യാൻ പണം ഇല്ലാത്തത് കൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചതാ. ബിസിനസ് ഇല്ലെങ്കിൽ ഞാൻ വേറെ ജോലി അന്വേഷിക്കും. പെട്ടെന്ന് എങ്ങനെ ഒരു ബിസിനസ് ഐഡിയ വന്നെന്ന് നിധി ചോദിക്കുമ്പോൾ നിധി പറയണേ, ഇത് ഞാൻ മാത്രം സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ് അല്ല, എന്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി സംസാരിച്ച് ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചതാ. ഞാനും അതിലൊരു പാർട്ട്ണർ ആകണമെന്നാ അവര് പറയുന്നത്. ചുമ്മാതെ പോയി പാർട്ട്ണർ ആകാൻ പറ്റില്ലല്ലോ. 5 lakhs ഇൻവെസ്റ്റ്മെന്റ് ആയി ഒരാൾ കൊണ്ടുവരണം
തരണമെന്നാ പറഞ്ഞ്. അതറിഞ്ഞിട്ടാ പണത്തിന് വേണ്ടി വീട് പണയം വെക്കുന്നതിനെ കുറിച്ച് അവർ ആലോചിക്കുന്നത്. ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടും അവര് കേൾക്കുന്നില്ല. ഇത് കേട്ട് നിധു പറയുകയാണ്, ഈ വീട്ടിലുള്ള എല്ലാവർക്കും ചേച്ചിയോട് ഒരു പ്രത്യേക സ്നേഹമാ. പുഞ്ചിരിച്ച നിധി പറയുന്നു, അതെ അതെ, ഇവർക്ക് എല്ലാവർക്കും എന്നോട് ഭയങ്കര സ്നേഹമാ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഈ വീട് വിട്ടു പോകാനേ പറ്റുന്നില്ല. ഒരു ദിവസം പോലും ഇവരെ എല്ലാവരെയും കാണാതെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. എന്റെ അച്ഛനെയും അമ്മയും ഇത്രയും നാളും കാണാതിരുന്നു. പക്ഷെ ഇവരെ കാണാതെ ഞാൻ മുന്നോട്ട് പോകില്ല എന്നുള്ള അവസ്ഥയിലായി. അപ്പൊ നിധു പറയുകയാണ്, ചേച്ചിയോടുള്ള സ്നേഹമൊന്നും എന്നോട് ആർക്കും ഇല്ല. സുധീഷ് ഏട്ടൻ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടില്ലേ? പക്ഷെ ഹരീഷ് ഒരു ദിവസം പോലും എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. സുധീഷ് ഏട്ടനും ചേച്ചിയും പ്രേമിച്ച് കിട്ടിയവരൊന്നും അല്ല, യാദൃശികമായി കല്യാണം കഴിച്ചവരാ. ഞാനും ഹരീഷും പ്രണയിക്കുന്നവരാ. എന്നിട്ടും എന്റെ അവസ്ഥ ഇതാ. ഞാൻ ഹരീഷിനെ കല്യാണം കഴിച്ച് ഇവിടെ വന്നാലും എല്ലാവരും നിധി നിധി എന്ന് വിളിച്ച് പിന്നാലെ നടക്കും. ഞാൻ വെറും ഡമ്മിയാ. അപ്പൊ നിധി ചോദിക്കാണ്, നീതു എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? അങ്ങനെ ഒന്നും സംഭവിക്കില്ല. നമ്മളെ രണ്ടുപേരെയും ഇവിടെയുള്ള എല്ലാവരും ഒരേപോലെ കാണുള്ളൂ. ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് വന്ന ഹരീഷ് മനസ്സിൽ പറയുകയാണ്, ഇത് ഡേഞ്ചറസ് കോംബോ ആണല്ലോ. അങ്ങനെ ഹരീഷ് അരികിലേക്ക് ചെല്ലുമ്പോൾ നിധിയും നീതുവും പുഞ്ചിരിച്ച് ഹരീഷിനെ നോക്കുകയാണ്. നിധി പറയുന്നു, നിങ്ങൾ സംസാരിക്കുക. അങ്ങനെ നിധി അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് സുഭാഷും സുധീഷും ഭാസ്കരനും വിൽപത്രവുമായി ബാങ്കിലേക്ക് വരികയാണ്. മാനേജർ അരികിലേക്ക് വന്ന സുഭാഷ് പറയുന്നു, സർ, എന്റെ പേര് സുഭാഷ്. ഇതെന്റെ അനുജൻ സുധീഷ്, അച്ഛൻ ഭാസ്കരൻ. അച്ഛന്റെ പേരില് ഒരു വീടുണ്ട്. ആ വീടിന്റെ പേരിൽ ഞങ്ങൾക്കൊരു ലോൺ വേണം. ഇതിട്ട് മാനേജർ ചോദിക്കുന്നു, വീടിന്റെ ഡോക്യുമെന്റ് ഉണ്ടോ? ഉണ്ട് സാർ എന്ന് പറഞ്ഞ വിൽപത്രം എടുത്തു കൊടുക്കുകയാണ് സുഭാഷ്. അത് വാങ്ങി മാനേജർ ചോദിക്കുന്നു, നിങ്ങൾ എന്താ ചെയ്യുന്നേ? അപ്പൊ സുഭാഷ് പറയുകയാണ്, ഞാൻ മേസ്തിരിയായി ജോലി ചെയ്യുക. എന്റെ അനുജൻ ഒരു ട്രാവൽസ് കമ്പനിയിലെ ഡ്രൈവറായി ജോലി ചെയ്യുന്നു. മാനേജർ വീടിനെ കുറിച്ച് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുന്നു, വീടും കുറച്ച് സ്ഥലമുണ്ട്. വീട് ഞങ്ങളുടെ അച്ഛന്റെ പേരിലാ. ഡോക്യുമെന്റ് നോക്കി മാനേജർ പറയുന്നു, ഇത് മാത്രം വെച്ച് ലോൺ തരാൻ പറ്റില്ല. ഇത് കേട്ട് എല്ലാവരും ടെൻഷനോടുകൂടി ഇരിക്കുമ്പോൾ മാനേജർ പറയുകയാണ്, വീട് പ്രോപ്പർ ആയിട്ട് ആരുടെയെങ്കിലും പേരിൽ രജിസ്റ്റർ ആയിരിക്കണം. ഇത് മാത്രം വെച്ച് ലോൺ തന്നാൽ ഞങ്ങൾക്ക് റിസ്കാ. നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും വന്ന് പ്രശ്നം ഉണ്ടാക്കിയാൽ ഞങ്ങൾക്കും പ്രശ്നമാകും. വീട് അച്ഛന്റെ പേരിലേക്ക് മാറ്റി രജിസ്റ്റർ ചെയ്ത ഡോക്യുമെന്റ് ഉണ്ടോ? സുഭാഷ് പറയുന്നു, അങ്ങനെയുള്ള ഡോക്യുമെന്റ് ഒന്നുമില്ല സർ. ഇത് കേട്ട് മാനേജർ പറയുന്നു, അങ്ങനെയാണെങ്കിൽ ലോൺ കിട്ടാൻ പാടായിരിക്കും. ആദ്യം ഈ ഡോക്യുമെന്റ് വെച്ച് വീട് നിങ്ങളുടെ അച്ഛന്റെ പേരിലേക്ക് മാറ്റി രജിസ്റ്റർ ചെയ്യും. അതിന് അത്യാവശ്യം ചിലവ് വരും. ആദ്യം ആ പണി തീർക്ക്. അതിനുശേഷം ആ ഡോക്യുമെന്റുമായി വാ. ഞങ്ങൾ വെരിഫൈ ചെയ്തതിനു ശേഷം നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, പേ സ്ലിപ്പ് എന്താണെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ മാനേജർ പറയുകയാണ്, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് സാലറി റിലീസ് ചെയ്യും. അതിന് കമ്പനിയുടെ സൈഡിൽ നിന്നും ഒരു സ്ലിപ്പ് തരും. അതിന്റെ 3 മാസത്തെ സ്ലിപ്പ് വേണം. അങ്ങനെ മാനേജർ ലോൺ കിട്ടാനുള്ള പ്രൊസീജിയേഴ്സ് പറയുമ്പോൾ എല്ലാവരും ടെൻഷനോടുകൂടി ഇരിക്കുകയാണ്. തുടർന്ന് മാനേജർ പറയുന്നു, എല്ലാ ഡോക്യുമെന്റ്സുമായി വന്നാൽ മതി. അപ്പൊ ഞാൻ പറയാം ആ പ്രോപ്പർട്ടിക്ക് എത്രയും ലോൺ തരാൻ പറ്റുമെന്ന്. തുടർന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഭാസ്കരൻ ചോദിക്കുന്നു, എന്താടാ പണം കിട്ടുവോ കിട്ടില്ലയോ? അപ്പൊ സുധീഷ് പറയണ, അയാളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായില്ലേ കിട്ടില്ലെന്ന്. സുഭാഷ് ചോദിക്കുന്നു, മാനേജർ എന്താണ് സ്ലിപ്പ് അത് ഇതെന്നൊക്കെ പറയുന്നത്? നമ്മളെന്താ കോർപ്പറേറ്റ് കമ്പനിയിലാണോ ജോലി ചെയ്യുന്നത്? തുടക്കത്തിൽ തന്നെ ഞാൻ മേസ്തിരിയാണ്, നീ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ലോണിന്റെ കാര്യം ചോദിച്ചേ? അപ്പൊ സുധീഷ് പറയണ, സുഭാഷേട്ടാ അവർക്ക് ലോൺ തരണമെങ്കിൽ ഇതെല്ലാം വേണം. അത് കാണാ പഠിച്ചു വെച്ചിരിക്കുക. സുഭാഷ് ചോദിക്കുന്നു, അപ്പൊ ഇതൊന്നും നമുക്ക് റെഡിയാക്കാൻ പറ്റില്ലേ? ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, പറ്റില്ല സുഭാഷേട്ടാ, അതിന് സമയമെടുക്കും. പണച്ചെലവുണ്ട്. നമ്മള് പണത്തിന് ആവശ്യമുള്ളത് കൊണ്ടല്ലേ ഇങ്ങോട്ട് വന്നത്. ഇയാള് നമ്മുടെ ചിലവ് കൂട്ടുക. നമുക്ക് പണം ഉണ്ടാക്കാൻ മറ്റെന്തെങ്കിലും വഴി കണ്ടുപിടിച്ചേ പറ്റൂ. അപ്പൊ ഭാസ്കരൻ പറയുകയാണ്, ഈ വിൽപത്രത്തിൽ എന്റെ പേരല്ലേ ഉള്ളത്, പിന്നെന്താ ഇവർക്ക് പ്രശ്നം? സുധീഷ് പറയണ, അവിടെ മിണ്ടാതിരുന്നിട്ട് പുറത്തിറങ്ങി ബഹളം വെച്ചു. ഭാസ്കരൻ പറയുന്നു, നിങ്ങൾ രണ്ടുപേരും വിവരമുള്ളവരല്ലേ, നിങ്ങൾ സംസാരിക്കുമെന്ന് കരുതിയാ ഞാൻ മിണ്ടാതിരുന്നത്. ഞാൻ സംസാരിക്കാം അയാളോട്. അങ്ങനെ ഭാസ്കരൻ മാനേജറുടെ ക്യാബിനിലേക്ക് പോകാനായി തുടങ്ങുമ്പോൾ തടഞ്ഞുകൊണ്ട് സുധീഷ് പറയുന്നു, നിങ്ങൾ എങ്ങോട്ടും പോകണ്ട, ദയവ് ചെയ്ത് വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. അങ്ങനെ ഭാസ്കരനെ കൂട്ടി അവരവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് വീട്ടിലേക്ക് വന്ന ഭാസ്കരൻ വിൽപത്രം നോക്കിയിരിക്കുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, സുധീഷ് ഇനി പണത്തിന് എന്താ ചെയ്യുക? സുധീഷ് പറയുകയാണ്, അതാ എനിക്കും അറിയാത്തത്. ഈ വീട് പണയം വെച്ച് പണം കൊടുക്കാമെന്നാ ഞാൻ വിചാരിച്ചേ. അപ്പൊ ഭാസ്കരൻ പറയുകയാണ്, എടാ വീട് എന്റെ പേരിലാണെന്ന് നല്ല വ്യക്തമായി ഇതിൽ എഴുതിയിട്ടുണ്ട്, പിന്നെ എന്താ അവർക്ക് പ്രശ്നം? അപ്പൊ സുഭാഷ് പറയുകയാണ്, വിൽപത്രത്തിൽ അച്ഛന്റെ പേരിലാണെങ്കിലും ഈ വീട് അച്ഛന്റെ പേരിലേക്ക് മാറ്റി രജിസ്റ്റർ ചെയ്യണമായിരുന്നു. ആ ഡോക്യുമെന്റ് വെച്ച് പണം മേടിക്കാൻ പറ്റും. ബാങ്കിലും അത് തന്നെയാ പറഞ്ഞത്. കൈക്കൂലി കൊടുത്താൽ അയാൾ ലോൺ തരുമോന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, അതൊന്നും ചെയ്യാൻ പറ്റില്ല. കൈക്കൂലിയുമായിട്ട് അങ്ങോട്ട് ചെന്നാൽ നമ്മളെ അവര് പിടിച്ച് അകത്താക്കും. അവിടേക്ക് വന്ന നിധി ചോദിക്കുന്നു, എന്താ ഇവിടെ ഒരു സീരിയസ് ആയ ഡിസ്കഷൻ? അപ്പൊ സുഭാഷ് പറയുകയാണ്, മോളെ വീട് പണയം വെച്ച് മോക്ക് ബിസിനസ്സിനുള്ള പണം തരാമെന്നല്ലേ പറഞ്ഞേ? അതിനുവേണ്ടി ഞങ്ങൾ ബാങ്കിലേക്ക് പോയി. ഈ വിൽപത്രം മാത്രം വെച്ച് പണം തരാൻ പറ്റില്ലെന്നാ അവര് പറയുന്നത്. ആദ്യം ഈ വിൽപത്രം വെച്ച് വീട് അച്ഛന്റെ പേരിലേക്ക് മാറ്റണമെന്ന്, അതിനുശേഷമേ പണയം വെക്കാൻ പറ്റൂന്ന് പറഞ്ഞു. ഇത് കേട്ട് നിധി ചോദിക്കണം, സുഭാഷേട്ടാ എന്തിനാ ഇപ്പം ഇത്രയും കഷ്ടപ്പെടുന്നത്? ഞാൻ വേണ്ടാന്ന് പറഞ്ഞില്ലേ? ഞാൻ ഒരുപാട് കമ്പനിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഉറപ്പായും എനിക്ക് ജോലി കിട്ടും. പണം ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതില് ഒരുപാട്
ഒരുപാട് റിസ്ക് ഉണ്ട്. അതൊന്നും വേണ്ട സുഭാഷ് ഏട്ടാ. അന്ന് ദിവ്യ ഇതിനെക്കുറിച്ച് എന്നോട് സംസാരിക്കുമ്പോൾ സുധീഷും എന്റെ കൂടെ ഉണ്ടായിരുന്നു. സുധീഷ് അത് സുഭാഷ് ഏട്ടനോട് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചിന്തിച്ചത്. എനിക്ക് ഈ ബിസിനസ് ഐഡിയയിലൊന്നും വലിയ താല്പര്യമില്ല. ഞാൻ ട്രൈ ചെയ്താൽ നല്ല ജോലി കിട്ടും. ഇത് കേട്ട് സുഭാഷ് പറയണ അങ്ങനെയല്ല മോളെ, ഇതൊരു നല്ല ചാൻസ് അല്ലേ, എന്തിന് ഈ ചാൻസ് വേണ്ടാന്ന് വെക്കണം. അവര് വലിയ തുകയൊന്നും ചോദിച്ചില്ലല്ലോ, വെറും 5 ലക്ഷം രൂപയല്ലേ ചോദിച്ചുള്ളൂ. പക്ഷെ അതുപോലും നമുക്ക് ഉടനെ കൊടുക്കാൻ പറ്റില്ലെന്നോർത്താ വിഷമം. കിട്ടുന്ന പണം സമ്പാദ്യമാക്കി സൂക്ഷിച്ചു വെക്കുന്ന ശീലമില്ലല്ലോ. ജോലി ചെയ്യുന്നു, പണം കിട്ടുന്നു, അത് അങ്ങനെ തന്നെ ചിലവാക്കുന്നു. കുറച്ച് പണം മാറ്റി വെച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ആവശ്യം വരുമ്പോൾ എടുത്തു തരാമായിരുന്നു എന്ന് തോന്നുക. അപ്പൊ ഹരീഷ് പറയണ സുഭാഷ് ഏട്ടാ, ഇപ്പൊ എന്താ പ്രശ്നം? വീട് പണയം വെക്കാൻ പറ്റില്ല, നമുക്ക് വേറെന്തെങ്കിലും വഴിയിലൂടെ പണം റെഡിയാക്കാം. എനിക്ക് അറിയാവുന്ന ചിലരോട് ഞാൻ പണം ചോദിച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഹരീഷ് അത് വിടുന്ന നിധി പറയുമ്പോൾ സുധീഷ് പറയണ നിധി, ഇത് അങ്ങനെ വിടാൻ പറ്റില്ല. നിധി ഒരു കമ്പനിയുടെ ഓണർ ആകുന്നത് ഞാൻ ആഗ്രഹിച്ചു പോയി, അതുകൊണ്ട് നിധി ഓണർ ആയേ പറ്റൂ, അല്ലേ സുഭാഷ് ഏട്ടാ? പുഞ്ചിരിച്ച് സുഭാഷ് പറയുന്നു അതെടാ. ഇത് കേട്ട് നിധി പറയണ നിങ്ങൾ പണം റെഡിയാക്കിക്കോ, അതിനുള്ളിൽ എനിക്കൊരു നല്ല ജോലി കിട്ടും. അപ്പൊ സുഭാഷ് പറയണ നിധി മോൾ ഇന്റർവ്യൂവിനൊക്കെ പോയിക്കോ, അതിനിടയിൽ ഞങ്ങളും പണം ശരിയാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. എന്ത് നടന്നാലും നല്ലതിനാണല്ലോ. തുടർന്ന് രാവിലെ ധൃതിയിൽ അടുക്കള ജോലികൾ ചെയ്യുകയാണ് സുഭാഷ്. ഈ സമയം സുഭാഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് അവിനാഷ്. ഫോൺ അറ്റൻഡ് ചെയ്ത് സുഭാഷ് പറയുന്നു അവിനാഷ്, നീ സൈറ്റിലെത്തിയോ? ഞാനൊരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും വരാം, ജോലി തുടങ്ങി വെച്ചോ. അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് ധൃതിയിൽ അടുക്കള ജോലികൾ ചെയ്യുകയാണ് സുഭാഷ്. ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് വന്ന നിധി ചോദിക്കുകയാണ് സുഭാഷ് ഏട്ടാ, 10 മിനിറ്റിനുള്ളിൽ വരാമെന്ന് പറഞ്ഞിട്ട് ഉള്ളി അരിഞ്ഞോണ്ടിരിക്കുകയാണോ? അപ്പൊ സുഭാഷ് പറയുകയാണ് അതെ മോളെ, സൈറ്റിലെ ജോലിയുണ്ട്, ഇന്ന് ലേറ്റ് ആയി പോയി എഴുന്നേറ്റപ്പോൾ, അതാ ധൃതിയിലുള്ള പാചകം. അപ്പൊ നിധി പറയണ സുഭാഷ് ഏട്ടൻ അതവിടെ വെക്ക്, ഞാൻ നോക്കിക്കോളാം. ഈ ഉള്ളിയെല്ലാം അരിഞ്ഞു വരുമ്പോഴേ 10 മിനിറ്റ് ആകും, പോയി കുളിച്ച് റെഡിയാകും. മോൾ അങ്ങനാണോ പറയുന്നത്? ശരി മോളെ, താങ്ക്സ് എന്ന് പറഞ്ഞ് സുഭാഷ് അവിടെ നിന്ന് പോകുമ്പോൾ നിധി ഉള്ളി അരിയുകയാണ്. ഈ സമയം ഫോണിൽ റീൽസ് കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് സുധീഷ്. ചിരി കേട്ട് ഹോളിലേക്ക് വന്നാൽ നിധി പറയുന്നു സുധീഷ്, അടുക്കളയിൽ ജോലിയുണ്ട്, അടുക്കളയിലേക്ക് വാ. സുധീഷ് ചോദിക്കണ ഞാൻ വന്ന് എന്ത് ചെയ്യാനാ? നിധി ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് ചോദിക്കണ ഓ ഹെൽപ്പ് ചെയ്യാൻ വിളിച്ചതാണോ? ഇപ്പൊ വരാമേ. ഇത് കേട്ട് നിധി കിച്ചണിലേക്ക് പോകുമ്പോൾ ഫോൺ അവിടേക്ക് വെച്ച് സുധീഷ് മനസ്സിൽ പറയണ എല്ലാത്തിനും ദേഷ്യം. അങ്ങനെ അടുക്കളയിലേക്ക് ചെന്ന് സുധീഷ് ചോദിക്കുന്നു പറ നിധി, എന്താ ചെയ്യേണ്ടത്? അവിടെ എടുത്തു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ കാണിച്ചുകൊണ്ട് നിധി പറയുന്നു ഈ പച്ചക്കറികളെല്ലാം അരിഞ്ഞു വെക്കണം, അത്രേ ഉള്ളൂ എന്ന് ചോദിച്ച് സുധീഷ് പച്ചക്കറികൾ അരിയുകയാണ്. പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന നിധി പറയുന്നു സുധീഷ്, അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ പച്ചക്കറിയല്ല. പെട്ടെന്ന് സുധീഷ് അരിയിടാനായി വെള്ളം തിളപ്പിക്കുന്ന കലത്തിലേക്ക് പച്ചക്കറിയെല്ലാം ഇടുകയാണ്. ഇത് കണ്ട് നിധി ചോദിക്കുന്നു സുധീഷ് എന്തായി ചെയ്യുന്നത്, എന്തിനാ ഇതിനകത്തിട്ട്? അതിലല്ലേ ഇടേണ്ടതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി ചോദിക്കണ ഇതിലിടാൻ ഞാൻ പറഞ്ഞു. അപ്പൊ സുധീഷ് പറയണ അതല്ല നിധി, വെള്ളം തിളയ്ക്കുന്ന കണ്ടു, അപ്പൊ ഇതിലായിരിക്കും ഇടേണ്ടതെന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ നിധി പറയണ വെള്ളം തിളയ്ക്കുമ്പോൾ അരിയല്ലേ ഇടുക, അരിഞ്ഞു വെച്ച പച്ചക്കറിയാണോ ഇടുക? എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞ് സുധീഷിന്റെ തലക്കിട്ടൊരു അടി കൊടുക്കുകയാണ് നിധി. അമ്മയെന്ന് വിളിച്ച് ഞെട്ടി സുധീഷ് നിധിയെ നോക്കുമ്പോൾ നിധി പറയുന്നു ഈ പച്ചക്കറിയെല്ലാം ഈ തിളച്ച വെള്ളത്തിൽ നിന്ന് എടുക്കുക. സുധീഷ് ചോദിക്കുന്നു എന്താ നിധി എന്നെ അടിക്കുന്നേ? പിന്നെ വേറെ എന്താ ചെയ്യേണ്ടത്? തിളച്ച വെള്ളത്തിലിട്ട് പച്ചക്കറി ഞാൻ എടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തരാം, കഴിക്കോ? ഞാൻ എടുക്കാന്ന് പറഞ്ഞ് സുധീഷ് ഒരു തവി എടുത്തോണ്ട് വന്ന് പച്ചക്കറികൾ എടുക്കുകയാണ്. നിധി പറയുന്നു ഒന്നും അറിയത്തില്ല, പക്ഷെ നാവിന്റെ നീളവും. ഈ സമയം പുറത്തേക്ക് വന്ന ദിവ്യ നിധിന്ന് ഉറക്കെ വിളിക്കുകയാണ്. വിളി കേട്ട് സുധീഷ് പറയുന്നു ദാ വരുന്നു. നിധി ചോദിക്കുന്നു എന്താ? അപ്പൊ സുധീഷ് പറയണ നിധിയെ വിളിച്ച്. ഇത് കേട്ട് സുധീഷ് എന്ന് നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന നിധി പറയുന്നു ദിവ്യ അകത്തേക്ക് വാ, ഇരിക്ക്. എന്താ വീട്ടിലേക്കൊക്കെ വന്നേ? സുധീഷ് അവിടേക്ക് വരികയാണ്. ദിവ്യ പറയുന്നു കാര്യമുണ്ടെന്ന് വെച്ചോ? സുധീഷ് ചോദിക്കുന്നു ദിവ്യ സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു എന്ന് ദിവ്യ പറയുമ്പോൾ കൂടി കഴിഞ്ഞ് അവിടേക്ക് വന്ന സുഭാഷിനോട് നിധി പറയണ സുഭാഷ് ഏട്ടാ, ഇതെന്റെ ഫ്രണ്ട് ദിവ്യ. അപ്പൊ സുഭാഷ് പറയണ അറിയാലോ, സുഖമായിട്ടിരിക്കുന്നോ? ചായ എടുക്കട്ടെ? അപ്പൊ ദിവ്യ പറയുന്നു എനിക്ക് സുഖം, ചായ ഒന്നും വേണ്ട. അപ്പൊ സുധീഷ് പറയുന്നു സുഭാഷ് ഏട്ടാ, ദിവ്യയുടെ ഒപ്പമാണ് നിധി ബിസിനസ് തുടങ്ങാൻ പോകുന്നത്. ഓ അങ്ങനെയാണോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ദിവ്യ പറയണ സുധീഷ് ഇവള് അതിനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട് സുധീഷ് ചോദിക്കണ പറ്റില്ലെന്ന് പറഞ്ഞെന്നോ? അപ്പൊ ദിവ്യ പറയണ അതെ സുധീഷ്, ഇന്നലെ എന്നെ ഫോണിൽ വിളിച്ച് എനിക്ക് ബിസിനസ് പാർട്ണർ ഒന്നും ആകാൻ പറ്റില്ല, അതിനുള്ള പണമൊന്നും എന്റെ കയ്യിലില്ലാന്ന് പറഞ്ഞു. സുഭാഷ് ചോദിക്കുന്നു മോളെ എന്തിനാ ഇങ്ങനെ ധൃതി പിടിച്ച് പറഞ്ഞത്? നമുക്ക് എങ്ങനെയെങ്കിലും ഏർപ്പാടാക്കാമെന്ന് പറഞ്ഞതല്ലേ? ഇത് കേട്ട് സുധീഷ് പറയണ അതെ നിധി, എന്തിനാ നിധി അങ്ങനെ പറഞ്ഞു? അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യാൻ നിധി. അപ്പൊ നിധി പറയണ എന്തിനാ സുധീഷ് അങ്ങനെ ഒരു റിസ്ക് എടുക്കുന്നത്? ഇത് കേട്ട് ദിവ്യ പറയണ നീ ഇങ്ങനെയൊക്കെ പറയാന്ന് അറിയാവുന്നത് കൊണ്ടാ ഞാൻ വേറൊരു ഐഡിയയുമായിട്ട് വന്നത്. നീ ഇപ്പം പണം ഇൻവെസ്റ്റ് ചെയ്യണ്ട, ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യം ഞാനും ശോഭനയും കൂടി നോക്കിക്കോളാം. നിധി ചോദിക്കുന്നു ഇൻവെസ്റ്റ് ചെയ്യാതെ എങ്ങനെയാടി പാർട്ണർ ആകാൻ പറ്റുക? അപ്പൊ ദിവ്യ പറയണ നിനക്ക് പണം റെഡിയാക്കാൻ പാടാണെന്ന് പറയുന്നു, നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി സംസാരിച്ചു. ഇപ്പൊ നീ പണം ഒന്നും തരണ്ട, നീ വന്നാ ജോയിൻ ചെയ്തോ, പിന്നെ നിനക്ക് എപ്പോഴാണോ പറ്റുക അപ്പം പണം തന്നാ മതി, അതെപ്പോ തന്നാലും കുഴപ്പമില്ല. നമ്മൾ 3 പേരും കൂടി ചേർന്ന് തുടങ്ങിയ ബിസിനസ് ആവട്ടെ, നമ്മുടെ 3 പേരുടെയും പേരില് കമ്പനി രജിസ്റ്റർ ചെയ്യാം. ഇത് കേട്ട് സുധീഷും സുഭാഷും സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ നിധി ആലോചിച്ച് നിൽക്കുകയാണ്. ദിവ്യ പറയുന്നു പണം നിനക്ക് എപ്പോഴാ തരാൻ പറ്റുക അപ്പൊ തന്നാ മതി, ഞങ്ങൾ രണ്ടുപേർക്കും ഓക്കെയാ. നിനക്ക് പണം അറേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരേ ഒരു റീസൺ കാരണം നിന്നെ പോലെ ഒരു ടാലന്റ്
വരനുള്ള ആളെ വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. അപ്പൊ നിധി ചോദിക്കണ അതല്ല പണം തരാതെ എങ്ങനെയാ? അപ്പൊ ദിവ്യ പറയണ അതിൽ ഒരു പ്രശ്നമില്ല നിധി, ഞാൻ ശോഭനയോട് സംസാരിച്ചു, അവക്ക് ഒരു പ്രശ്നമില്ലെന്നാ പറഞ്ഞ്. ഇനി നീ എന്താ ആലോചിക്കുന്നേ? സുധീഷ് ഒന്ന് പറ. അപ്പൊ സുധീഷ് പറയണ നിധി ദിവ്യ ഇത്രയൊക്കെ പറഞ്ഞതല്ലേ, എനിക്കിത് ഒരു നല്ല ഐഡിയ ആയിട്ടാ തോന്നുന്നേ. അപ്പൊ സുഭാഷ് പറയണ അതേ മോളെ, പണം നമുക്ക് എങ്ങനെയെങ്കിലും ഏർപ്പാട് ചെയ്ത് കൊടുക്കാം. പണത്തിനെ കുറിച്ച് ആലോചിച്ച് നല്ലൊരു അവസരം വേണ്ടാന്ന് വെക്കണ്ട. അപ്പൊ ദിവ്യ പറയണ നിധി നീ ഈ കാര്യത്തിൽ കൂടുതൽ ആലോചിക്കണ്ട, നീ വരുന്നു അത്രേ ഉള്ളൂ. ഞാൻ ശോഭനയോട് നീ ഓക്കെ പറഞ്ഞോന്ന് പറയാം. അതല്ലാന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയണ ദിവ്യ നിധി ഓക്കെ പറഞ്ഞെന്ന് പറഞ്ഞേര്, നിധി നമുക്ക് നോക്കാം. അപ്പൊ നിധി ചോദിക്കണ നീ ശോഭനയോട് ഈ കാര്യം സംസാരിച്ചോ, അല്ലാതെ നീ തന്നെ തീരുമാനിച്ചതാണോ? അപ്പൊ ദിവ്യ പറയണ ഞങ്ങള് നേരത്തെ സംസാരിച്ചു, നിനക്ക് വേണ്ടി ഈ ഐഡിയ പറഞ്ഞത് ശോഭനയാ, ഒരു പ്രശ്നമില്ല. ഇത് കേട്ട് നിധി പറയണ ശരിയടി, ഇനി അടുത്ത പ്രോസസ് എന്താണെന്ന് പറ. ഇത് കേട്ട് സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് ദിവ്യയും സുധീഷും സുഭാഷും. ദിവ്യ പറയുന്നു ശരി നിധി, ഞങ്ങളൊന്ന് പ്ലാൻ ചെയ്തിട്ട് നിന്നെ വിളിക്കാം, ഞാൻ ഇറങ്ങട്ടെ. ശരി സുധീഷേ. സുഭാഷ് ഇട്ടാ ശരിയെന്ന് പറഞ്ഞ് ദിവ്യ അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ സുഭാഷ് ചോദിക്കണം എന്താ മോളെ വന്നിട്ട് ഒരു കോഫി പോലും കുടിക്കാതെ പോവുകയാണോ? അപ്പൊ ദിവ്യ പറയുന്നു അതൊന്നും വേണ്ട, ഞാൻ ഇപ്പൊ കോഫി കുടിച്ചിട്ട് വന്നതേ ഉള്ളൂ, ഇനി വരുമ്പോ കോഫി കുടിക്കാം, ബൈ എന്ന് പറഞ്ഞ് ദിവ്യ അവിടെ നിന്ന് പോവുകയാണ്. നിധി ആലോചിച്ച് നിൽക്കുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു എന്താ മോളെ, എന്താ ഇനി ആലോചിക്കുന്നേ? അപ്പൊ നിധി പറയണ അതല്ല സുഭാഷ് ഏട്ടാ, ഞാൻ അവളോട് ഓക്കെ പറഞ്ഞെങ്കിലും പണം കൊടുക്കാതെ ശരിയാകുമെന്ന് തോന്നുന്നില്ല. ഞാൻ പണം ഇൻവെസ്റ്റ് ചെയ്യാതെ ഞാൻ എങ്ങനെ ചുമ്മാ പോയി പാർട്ട്ണറായി നിൽക്കുക? അപ്പൊ സുഭാഷ് പറയണ മോള് പണം കൊടുക്കാതെ പോയി നിൽക്കില്ല, എത്രയും പെട്ടെന്ന് വീട് പണയം വെച്ചിട്ടാണെങ്കിലും നമുക്ക് പണം കൊടുക്കാം. അപ്പൊ നിധി പറയണ അതല്ല സുഭാഷ് ഏട്ടാ, എന്തിനാ ഇത്രയും റിസ്ക് എടുക്കുന്നത്? എനിക്ക് കുറച്ചു നാളിനുള്ളിൽ തന്നെ പുതിയ ജോലി കിട്ടും, അതിന് നിങ്ങൾ എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നത്? അപ്പൊ സുധീഷ് പറയണ ഇതിലെന്ത് കഷ്ടപ്പാടാ, ഈ വീട് ഞങ്ങളുടേതാക്കിയതേ നിധിയാ, നിധിക്ക് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും. സുഭാഷ് പറയണ നമുക്ക് നോക്കാം മോളെ, ആ കുട്ടി കുറച്ച് സമയം എടുത്ത് പണം തന്നാ മതിയെന്നല്ലേ പറഞ്ഞേ, ഇപ്പൊ അവരുടെ ഒപ്പം പാർട്ട്ണർ ആകും, നമുക്ക് എത്രയും പെട്ടെന്ന് പണം ഏർപ്പാടാക്കി കൊടുക്കാം. ഇത് കേട്ട് സുധീഷ് പറയണ അതെ നിധി, നിധി ഓണർ ആകും, നിധിയുടെ കഴിവിന് ഒരു കമ്പനിയുടെ ഓണറായിട്ടൊക്കെ ഇരിക്കാൻ പറ്റും. അയ്യോ സമയം പോയി, ഞാൻ പെട്ടെന്ന് പോട്ടെ എന്ന് പറഞ്ഞ് സുഭാഷ് അവിടെ നിന്ന് ഓടി പോവുകയാണ്. സുധീഷ് അവിടേക്ക് ഇരിക്കുമ്പോൾ നിധി ചോദിക്കുന്നു ഹലോ എന്താ, വാ അടുക്കളയിൽ ഒരുപാട് ജോലിയുണ്ട്. അങ്ങനെ നിധി അടുക്കളയിലേക്ക് പോകുമ്പോൾ പിന്നാലെ പോവുകയാണ് സുധീഷ്. തുടർന്ന് നികേഷ് പഠിച്ചുകൊണ്ട് ഹോളിലിരിക്കുമ്പോൾ ഫോണിൽ നോക്കി കുറച്ച് ഇപ്പുറത്തായിരിക്കുകയാണ് നിധി. ഈ സമയം ഒരു കവറും പിന്നും പിടിച്ച് നിധിയുടെ മുന്നിലേക്ക് ചാടി വീഴുകയാണ് സുധീഷ്. ഞെട്ടി അവിടെ എഴുന്നേറ്റ് നിധി ചോദിക്കുന്നു പേടിപ്പിക്കാതെ വരാൻ അറിയില്ലേ സുധീഷിന്? അപ്പൊ സുധീഷ് പറയണ എപ്പോഴും നോർമൽ ആയിട്ടല്ലേ വരുന്നത്, അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ വന്നേ, ഞാനൊരു സാധനം വാങ്ങിച്ചോണ്ടാ വന്നത്, എന്താണെന്നൊന്ന് ഗസ് ചെയ്ത് നോക്ക്. നിധി ചോദിക്കുന്നു സാധനോ കാണിക്ക്. സുധീഷ് ആ കവറ് കാണിക്കുമ്പോൾ നിധി പറയണ വലിയ സാധനമാണല്ലോ, ഗിഫ്റ്റ് ആണോ? അപ്പൊ സുധീഷ് പറയണ നിധിക്കുള്ള ഗിഫ്റ്റ് ആണെന്ന് വിചാരിച്ചോ? അല്ല, ഇത് ഈ വീടിന് ആവശ്യമുള്ള ഒരു സാധനം വാങ്ങിച്ചോണ്ട് വന്നതോ? കണ്ണു തള്ളി നിധി ചോദിക്കുന്നു വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ തുടങ്ങിയോ? അപ്പൊ സുധീഷ് പറയണ അതെ നിധി, ഈ സുധീഷ് ഉത്തരവാദിത്വം ഉള്ളവനാണെന്ന് എല്ലാവരും മനസ്സിലാക്കണ്ടേ, അതിനു വേണ്ടിയാ. ഇത് കേട്ട് നിധി പറയുന്നു ശരി ബിൽഡപ്പ് ഒക്കെ മതി, എന്താണെന്ന് തുറന്നു കാണിക്ക്, വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞ് സുധീഷ് കവർ തുറക്കുമ്പോൾ സംശയത്തോടുകൂടി മുഖത്തോട് മുഖം നോക്കുകയാണ് നിധിയും നികേഷും. നിധി ചോദിക്കുന്നു ഇതെന്താ കുക്കറോ? അപ്പൊ സുധീഷ് പറയണ അതെ നിധി ഇന്ന് കറിയൊക്കെ ഉണ്ടാക്കാൻ കഷ്ടപ്പെടുകയല്ലായിരുന്നോ, അതാ ഞാൻ കുക്കർ വാങ്ങിക്കൊണ്ട് വന്നേ. ഹരീഷ് എന്നോട് പറഞ്ഞു ഏട്ടത്തി ഇപ്പം അടുക്കളയിൽ കയറി കഷ്ടപ്പെടുന്നുണ്ടെന്ന്. ഇത് കേട്ട് നിധി ചോദിക്കണ ഹരീഷ് അതൊക്കെ സുധീഷിനോട് പറയോ? അപ്പൊ സുധീഷ് പറയണ നിധി കഷ്ടപ്പെടുന്ന കാര്യം അവൻ എന്നോട് പറയാതിരിക്കോ? ഹരീഷ് വാങ്ങിക്കാൻ ഇരിക്കുകയായിരുന്നോ, ഞാൻ വാങ്ങിക്കാന്ന് പറഞ്ഞ് നിധിക്ക് വേണ്ടി വാങ്ങിച്ചോണ്ട് വന്നതാ, സൂപ്പർ ബ്രാൻഡാ, 2800 രൂപ. കുക്കർ എടുത്ത് നോക്കി നിധി പറയണ നന്നായിട്ടുണ്ട് സുധീഷേ. അപ്പൊ സുധീഷ് പറയണ ഇനി നിധിക്ക് എന്നും ഇതിൽ തന്നെ ചോറുണ്ടാക്കാം. ഇത് കേട്ട് നിധി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് പറയണ അതുകൊണ്ട് നിധി തന്നെ എന്നും ചോറ് വെക്കണമെന്നില്ല, നിധി കിച്ചന്റെ ഭാഗത്തേക്ക് പോലും വരണമെന്നില്ല, പാചകമെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. നിധി ചോദിക്കുന്ന ആര്, സുധീഷോ? സുഭാഷേട്ടൻ പാചകം ചെയ്തോളൂ എന്ന് പറ. സുധീഷ് പറയുന്നു ഞങ്ങള് ഹെൽപ്പ് ചെയ്യുമല്ലോ. ഇത് കേട്ട് പുഞ്ചിരിച്ച അവരെ തന്നെ നോക്കിയിരിക്കുകയാണ് നികേഷ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്